വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സർക്കാർ കരാറുകളിലും മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുമെന്നാണ് പുതിയ ആരോപണം. കോൺഗ്രസ് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, നേരത്തെയും തെലങ്കാനയിലൊക്കെ ഉൾപ്പെടെ OBC സംവരണമൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് കോൺഗ്രസിന്റെ പദ്ധതി എന്നൊക്കെ തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ തരത്തിലേക്കൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം തുടരുകയാണ്. ഗുജറാത്തിൽ നടത്തിയ റാലിയിൽ എന്താണ് പറയുന്നത്? പുതിയ ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഗുജറാത്തിലെ സുരേന്ദ്രനഗറിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. സംവരണം അത് മതം അനുസരിച്ചാണ്. പക്ഷേ അത് സാധാരണ ഉള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സർക്കാർ കരാറുകൾക്കും ഇതുപോലെ മതം നോക്കി കോൺട്രാക്ട് നൽകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു കോട്ട കോൺഗ്രസ് നൽകാൻ വേണ്ടി പോവുകയാണ് എന്നൊരു ആരോപണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ വെച്ച് നടത്തിയ പ്രചാരണ റാലിയിലെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്തും അദ്ദേഹം വിമർശനം നടത്തുന്നു. ശിവഭക്തരെയും വിഷ്ണു ഭക്തരെയും തമ്മിലടിപ്പിക്കുന്നതാണ് കോൺഗ്രസിന്റെ നയം. അതിനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുഗളന്മാർ പല കാലഘട്ടങ്ങളിലും അതിന് ശ്രമിച്ചെങ്കിലും ഹിന്ദു സമുദായത്തെ തകർക്കാൻ അവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇത്തരം ശ്രമങ്ങളെയൊക്കെ ചെറുക്കും എന്നും അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയുള്ള അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള പ്രചാരണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദ്വേഷ പരാമർശങ്ങളിൽ ഊന്നിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിന്റെ വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്.